6 ഗ്രാമും ഒക്കെ കഞ്ചാവും സെലിബ്രിറ്റികളെയും പിടിച്ചതിന് ശേഷം വേടനെ പോലുള്ളവരെ മറ്റു പല കേസുകളിലും പുലിപ്പല്ല് കേസിലടക്കം വനം വകുപ്പ് നിയമത്തിൻ്റെ അടക്കം പരിധിയിൽ കൊണ്ടുപോയി അകത്തിടുന്നതും കാണുമ്പോൾ ചില സംശയങ്ങൾ പലർക്കും ഉയരുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ലക്ഷ്യം? ആ ലക്ഷ്യത്തിലേക്കാണോ പോകുന്നത് എന്ന സംശയം നടി കൂടിയായ ജോളി ചിറയത്ത് ഈ പ്രസക്തമായ സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ആരുടെയൊക്കെയോ രാഷ്ട്രീയ സാംസ്കാരിക പ്രതിസന്ധിക്ക് വേടനെ പോലുള്ളവരെ കുരുക്കുന്നതിൽ ചില അജണ്ടകളുണ്ടോ എന്ന് സംശയം തോന്നുന്നു. എക്സൈസും പോലീസും മാധ്യമങ്ങളും കുറച്ചുകൂടി അവധാനതയോടെ ഈ കാര്യങ്ങളെ സമീപിക്കേണ്ടതുണ്ട്. സ്വന്തം മേഖലയിൽ കഴിവ് തെളിയിച്ച സമൂഹത്തിനോ വ്യക്തികൾക്കോ ഒരു ശല്യവും ദ്രോഹവും ചെയ്യാത്ത മനുഷ്യരെ നാർക്കോട്ടിക് തലവന്മാരെ കീഴ്പ്പെടുത്തി എന്ന മട്ടിൽ പിടിച്ച് പ്രദർശിപ്പിച്ച് വാർത്ത ചമച്ച് മയക്കുമരുന്ന് വേട്ട എന്ന ലേബലിൽ കാട്ടിക്കൂട്ടുന്നത് സത്യത്തിൽ ചില മോറലിസ്റ്റുകളെ സുഖിപ്പിക്കാം എന്നല്ലാതെ പണി വേറെ തന്നെ എടുക്കേണ്ടി വരും എന്ന് ഇവർക്കൊക്കെ അറിയാഞ്ഞിട്ടാണോ കഷ്ടം എന്നാണ് ജോളി ചിറയത്ത് പറയുന്നത്. ലഹരിക്കെതിരായ നീക്കം